ദിവസമേ ആയിട്ടുള്ളൂ. ഈ സമയത്താണ് കംസൻ പറഞ്ഞുവിട്ട പൂതന അവിടെ പറഞ്ഞു. പൂതന പറഞ്ഞാൽ അർത്ഥം പൂതാന്നപി നയതി, ശുദ്ധമായ കുട്ടികളെയും കൊല്ലുന്നത് കൊണ്ടാണ് പൂതന. എങ്കിൽ പൂതം ന ശുദ്ധം ഇല്ലെന്ന് തന്നെ സ്വയം പേര് വച്ചിട്ടുണ്ട്. ഈ പൂതന വരുമ്പോൾ തന്നെ രാക്ഷസിയായ പൂതന വരുന്ന വഴിയിൽ ഒരു ബ്യൂട്ടി പാർലറിൽ കയറി നല്ല വേഷം കെട്ടി വന്നു. പണ്ടത്തെ ബ്യൂട്ടി പാർലർ അങ്ങനെയാണ്, രാക്ഷസിയെ പോലും നല്ല പെൺകുട്ടിയായി മാറ്റിയിരുന്നു. ഇന്നത്തെ ബ്യൂട്ടി പാർലറോ നല്ല പെൺകുട്ടിയെ രാക്ഷസിയാക്കി വിടുന്നു. അങ്ങനെ ഈ പൂതന വന്നപ്പോൾ എല്ലാവരും മഹാലക്ഷ്മി വിചാരിച്ചു. മഹാലക്ഷ്മി വിചാരിച്ച് വരവ് വിളിച്ചു. പൂതന വന്നപ്പോൾ യശോദ ഉണ്ണിക്കണ്ണനെ കൊടുത്തു. അത് കണ്ണ് തുറന്നിരുന്ന കണ്ണൻ പൂതനയെ കണ്ടപ്പോൾ കണ്ണടച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ചരാചരാത്മാസ നിമീലിതേക്ഷണഃ, ചരാചരാത്മാവായ ഭഗവാൻ ഇവൾ എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കണ്ണടച്ചിരിക്കുന്നത്. സജ്ജനങ്ങളെ കണ്ട് ഈ കണ്ണുകൾ കൊണ്ട് ഈ അസത്തായ പൂതനയെ കാണേണ്ട വിചാരിച്ചു. മാത്രമല്ല, പൂതന വിഷമാണ് കൊണ്ടുവന്നിരിക്കുന്നു. വിഷം കുടിക്കും മുമ്പ് വിഷം കുടിച്ച ഒരാളെ ധ്യാനിച്ചേക്കാം. മഹാദേവനെ ധ്യാനിച്ചുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നു. നിമീലിതേക്ഷണഃ, രാമാവതാരത്തിൽ ആദ്യം താടകയെ കൊന്നു. താടകയെ കൊന്നപ്പോൾ ചില ആളുകൾ ചോദിച്ചു രാമനോട്, ഒരു സ്ത്രീയെ വധിക്കാമോ? അപ്പോൾ രാമൻ പറഞ്ഞു, ഞാനായിട്ട് വധിച്ചിട്ടില്ലേ, വിശ്വാമിത്രൻ പറഞ്ഞിട്ടാണ് ഞാൻ വധിച്ചു. അതുപോലെ കൃഷ്ണാവതാരത്തിനും ആദ്യം ഒരു പൂതനയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് സ്ത്രീയെ വധിച്ചു ചോദിച്ചാൽ, ഞാൻ നോക്കിയിട്ടില്ല, കണ്ണടച്ചിരുന്നതാണെന്ന് പറയാൻ വിചാരിച്ച് കണ്ണടച്ചിരിക്കുന്നു. അങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഉണ്ണിക്കണ്ണനെ വടിയിൽ വെച്ച് വിഷം പുരട്ടിയ മുളപ്പാൽ കൊടുക്കുന്നു. പ്രാണീസമം രോഷ സമന്വിതോ വിപത്, അവളുടെ പ്രാണം ചേർത്ത് ഭഗവാൻ വലിച്ചു. വിടുവാതെ പൂതന വീണു മരിച്ചു. പിന്നെ പൂതനയുടെ ശരീരം എടുത്ത് അവർ കത്തിച്ചു. അവിടെയാണ് ഇവിടെ പൂതനയുടെ നല്ല ഗതി ഇവിടെ പറയുന്നത്. കട്ടധൂമസ്യ സൗരഭ്യം, അമ്മയെപ്പോലെ വേഷം കെട്ടിയല്ലേ, അതുകൊണ്ട് പൂതനയ്ക്കും സദ്ഗതി കിട്ടി. അതിൻ്റെ തെളിവാണ് ആ പൂതനയുടെ ശരീരം കത്തിക്കുമ്പോൾ നല്ല സുഗന്ധമുണ്ടായി. നല്ല ആൾക്കാർ മരിച്ച ശേഷം അവിടെ കത്തിച്ചാൽ നല്ല മണമുണ്ടാകും. ദുഷ്ട ആൾക്കാർ മരിച്ച് അവരുടെ ശവശരീരം കത്തിക്കുമ്പോൾ നല്ല ദുർഗന്ധമുണ്ടാകും. മിക്കവാറും ശവശരീരത്തിൽ ദുർഗന്ധമേ ഉണ്ടാവും. പക്ഷേ കാശിയിൽ നിറച്ചും ഇങ്ങനെ ശവശരീരം കത്തിക്കാറുണ്ട്. പക്ഷേ അവിടെ ദുർഗന്ധം ഉണ്ടാവാറില്ല. എന്താ കാരണം? കാശിയിൽ മുരിക്കുന്നവർക്കും മുക്തിയല്ലേ. അതുകൊണ്ട് എത്ര അടുപ്പിച്ച് അവിടെ സംസ്കാരം നടത്തും, എന്നാലും അവിടെ ദുർഗന്ധം ഉണ്ടാവാറില്ല. നമ്മുടെ നാട്ടിൽ ഒന്നും ഉണ്ടായാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ പൂതനയ്ക്കും ഭഗവാൻ സദ്ഗതി കൊടുത്തു. എന്താ കാരണം? അമ്മയെപ്പോലെ വേഷം ധരിച്ചില്ലേ, അതുപോലെ ഭക്തനെ പോലെ വേഷം കെട്ടിയാൽ തന്നെ മതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നു. പിന്നെ ഭഗവാനക്ക് രക്ഷ ചെയ്തു ഈ ഗോപികമാർ. പശുവിൻ്റെ ചാണകം കൊണ്ടും പശുവിൻ്റെ പുഴുതി കൊണ്ടും പശുവിൻ്റെ ആ മൂത്രം കൊണ്ടും ഗോമയം അതുകൊണ്ടും ഭഗവാനക്ക് ഒരു രക്ഷ ചെയ്തു. അത് രക്ഷയിൽ ഭഗവാന്റെ നാമങ്ങളെ കൂട്ടിച്ചേർത്തു. അവ്യാതജംഗ്രിമണിമാസ്തവ ജാൻവഥോരു യജ്ഞോച്യുത കടിതകം ജഠരം ഹയാസ്യഃ കൃത്കേശവസ്ത്വദുരനീശൈനസ്തു കണ്ഠം വിഷ്ണുഭുജം മുഖമുക്രമ ഈശ്വരത്വം. ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലി ഭഗവാനത്ത് പോലും രക്ഷ ചെയ്യുന്നത് ഭഗവാന്റെ നാമങ്ങളാണ് എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നു. ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഈ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയാൽ മതി. ദശമസ്കന്ധം 6-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 29 വരെ ഉള്ള ശ്ലോകങ്ങളാണ് പൂതനാ നിവാരണാഷ്ടകം. കുട്ടികളെ പേടിപ്പിക്കുന്ന ചില ഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ബാലാരിഷ്ടം പറയും ജ്യോത്സ്യന്മാർ. അതൊക്കെ മാറാം ഈ ശ്ലോകങ്ങളിൽ കുട്ടികൾക്ക് രക്ഷ ചെയ്യാം. അതിനുശേഷം കണ്ണന് 1 മാസമായി യശോദ കുളിപ്പിച്ച് അടുത്ത വണ്ടിയുടെ താഴെ കണ്ണനെ ഇട്ടിരുന്നു. ആ സമയത്താണ് ഒരു അസുരൻ അവിടെ വന്നു. ശകടാസുരൻ എന്നാണ് പേര്. വണ്ടിച്ചക്രത്തിൻ്റെ രൂപത്തിൽ വന്നു. ആദ്യം കണ്ണൻ നോക്കുമ്പോൾ ഒരു ഫാനാണെന്ന് വിചാരിച്ചു, ടേബിൾ ഫാനാണ്. കണ്ടപ്പോൾ മനസ്സിലായി അസുരൻ. അപ്പോൾ തൻ്റെ കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. ആ ശകടാസുരനക്ക് മുക്തി കിട്ടി. വേറൊരു ദിവസം കണ്ണനെ വെച്ച് മടിയിൽ വെച്ച് ലാളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൃണാവർത്തൻ എന്ന പേരുള്ള അസുരൻ കൊടുങ്കാച്ചിൻ്റെ രൂപം സ്വീകരിച്ച് വന്നു.
കണ്ണനെ കൊണ്ടുപോയി. കണ്ണൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് പോകണം. അപ്പോൾ തൃണാവർത്തനം പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്ത് പോകണില്ല, അമ്മാവൻ്റെ അടുത്താണ് ഞാൻ പോകുന്നു. ഹംസ അമ്മാവനെ കാണണ്ടേ? അപ്പോൾ കണ്ണൻ പറഞ്ഞു അമ്മാവനെ കാണാൻ ഞാൻ അക്രൂരൻ്റെ ഒപ്പം പോയിക്കോളാം, നിന്നെപ്പോലെ ക്രൂരനോട് വരില്ലേ പറഞ്ഞ് ആ തൃണാവർത്തൻ്റെ കഴുത്ത് നെറ്റി തൃണാവർത്തനം സംഹാരം ചെയ്തു. ഈ കഥ വായിച്ചാൽ മതി. നമുക്കും ഈ വായു പ്രാബ്ലം, ചില ആൾക്ക് ഇത് ഗ്യാസ് പ്രാബ്ലം ഉണ്ടാവില്ലേ, അതൊക്കെ ഈ വായു പ്രാബ്ലമൊക്കെ ഈ കഥ സ്മരിച്ചാൽ മതി. ഭട്ടത്തിരി അതാണ് പറയുന്നത്. വാതാത്മകം ദർജമേവ മയി പ്രഥും കണ്ണ് വാതാത്മകാൻ മമഗതാൻ കിം നോധുനോഷി കിം വാ കരോമി പുനരപ്യനിലായേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. വാതാത്മകം ദർജമേവ മയി പ്രഥും കണ്ണ്. കാറ്റ് രൂപത്തിൽ വന്ന അസുരനെ തന്നെ കൊണ്ടല്ലോ, എനിക്കും ഈ കാറ്റ് കൊണ്ടാണ്, ഈ വാതം കൊണ്ടാണ് രോഗം വന്നിരിക്കുന്നു, ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വായു പ്രാബ്ലം വരാൻ എന്താ കാരണം? വായു പ്രാബ്ലമാണ്. വായെ കൊണ്ട് കൂടുതൽ കഴിച്ചാലും കൂടുതൽ സംസാരിച്ചാലും ഈ വായു പ്രാബ്ലം. ഈ വായു പ്രാബ്ലം ഉണ്ടാവാൻ വായു തന്നെയാണ് കാരണം. എന്നാലും ഈ രോഗങ്ങളൊക്കെ മാറാം ഭഗവാൻ വിചാരിച്ചാൽ മതി. അതാണ് അവിടെ പ്രാർത്ഥിക്കുന്നു. കന്നഡത്തിന് പേരിട്ടിട്ടില്ല. പേരിടണം വിചാരിക്കുമ്പോൾ തന്നെ ഗർഗാചാര്യൻ അവിടെ പറഞ്ഞു. വസുദേവർ പറഞ്ഞു വിട്ട് അദ്ദേഹം നാമം ജപിച്ചു പറഞ്ഞു ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നാമം ജപിച്ച് ഗർഗാചാര്യൻ വന്നു. മഹാത്മാവിനോട് പ്രാർത്ഥിച്ചു കുട്ടികൾക്ക് പേരിടണം. മഹാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ യദുകുല ആചാര്യനാണ്, ഞാൻ എൻ്റെ കുട്ടിക്ക് പേരിട്ടാൽ കംസനൊക്കെ സംശയം ഉണ്ടാവും, അതുകൊണ്ട് രഹസ്യമായിട്ട് പേരിടാൻ പറഞ്ഞത് ഒരു തൊഴുത്ത് വെച്ച് കന്നഡയ്ക്ക് പേരിട്ടു. ആദ്യം ബലറാമർക്ക് പേരിട്ടു. നല്ല ബലം ഉള്ളത് കൊണ്ടാണ് ബലം. രാമൻ രമ്യമായിരിക്കുന്നത് കൊണ്ട് രാമൻ. സംഘർഷണൻ, ഇങ്ങനെ 3 പേരിട്ടു. പിന്നെ കണ്ണനക്ക് ഏത് പേരിടണം അറിയാതെ അദ്ദേഹം വിഷമിക്കുമ്പോഴാണ് അദ്ദേഹം ചൊല്ലി നോക്കുന്നു വിശ്വം വിഷ്ണു വഴക്കാരോ ഭൂതഭവത്രഭുവും. സഹസ്രനാമത്തിൽ എന്തെങ്കിലും പേര് കിട്ടുമോയെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ താടി പിടിച്ചിങ്ങനെ വലിച്ചപ്പോൾ മനസ്സിലായി ഗർഗാചാര്യൻ. എന്താണ് മനസ്സിലായി? സൗന്ദര്യ സാര സമ്പൂർണ്ണ രൂപേണ ച ഗുണൈരമി സുമുഖാൻ വിമുഖാനേവം സർവാനാത്മനി കർഷതി തസ്മാദേവം കൃഷ്ണയിതി പ്രേമപൂർവം പ്രകീർത്യത്തെ. തൻ്റെ സൗന്ദര്യം കൊണ്ടും തൻ്റെ ഗുണങ്ങൾ കൊണ്ടും സുമുഖമായി വരുന്നവരെയും വിമുഖമായി പോകുന്നവരെയും തൻ്റെ അടുത്ത് ആകർഷിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് കൃഷ്ണൻ എന്ന് പേരിട്ടു. പിന്നെ കോടി ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ പേരാണ് കൃഷ്. കോടി ജന്മ കൃതം പാപം കൃഷിരിത്യഭിധീയതേ തന്നാശന കരോദേവ കൃഷ്ണയിത്യഭിധീയതേ. കോടി ജന്മത്തിൻ്റെ പാപം കൃഷ്, അത് നശിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണൻ എന്ന പേരിട്ടു. പിന്നെ പല കാരണങ്ങൾ. കൃഷ്ണൻ പറഞ്ഞാൽ പൂർണ്ണബ്രഹ്മം, പൂർണ്ണം ബ്രഹ്മ പരം തത്വം കൃഷ്ണനാംന നിരുച്യത്തെ. അതാണ് സദാനന്ദ സ്വരൂപൻ എന്ന പല അർത്ഥമുള്ള പേര് ഇവിടെ കൃഷ്ണൻ്റെ പേരിട്ടു. കുട്ടികൾ അതൊക്കെ മുട്ടുകുത്തി ഇങ്ങനെ നീന്തി കളിക്കാൻ തുടങ്ങി. അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻ വിചാരിച്ചു ഇനി നീന്തി എന്നാൽ പോരാ, പതുക്കെ നടക്കണം. പക്ഷെ നീന്തി കളിക്കുമ്പോൾ തന്നെ പതുക്കെ ആദ്യം പൂജാമുറിയിൽ കയറി അവിടെ ഇങ്ങനെ പൂക്കളൊക്കെ എടുത്ത് സ്വന്തം ശിരസിൽ ഇങ്ങനെ എടുത്തത് കൃഷ്ണായ മഹാ കമലാനാഥായ മഹാ സ്വന്തം തന്നെ അർച്ചകനും മേൽശാന്തി വിഗ്രഹം എല്ലാം ഭഗവാൻ തന്നെയായി. സർവം സകലമഹമിതഞ്ച വാസുദേവ. സ്വയം തന്നെ ഇപ്പോൾ സ്വന്തം ശിരസിൽ ഇടേണ്ട സമയത്താണ് യശോദ പറഞ്ഞു ഇത് മുമ്പാച്ചിക്ക് വെച്ചതാണ്, സ്വന്തം ശിരസിൽ ഇടരുത്. കണ്ണൻ ചിരിച്ചു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ അവിടെ പൂജ. യശോദയ്ക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അടുക്കളയിൽ വെച്ച പോലെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സഹായിക്കുന്നു. എന്താ അമ്മ പണ്ടത്തെ അടുപ്പൊക്കെ താഴെയായിരിക്കും, ഇപ്പോഴാണ് മുകളിലായി. അടുപ്പൊക്കെ മുകളിലായതുകൊണ്ട് എന്താണ് മിക്കവാറും എല്ലാ സ്ത്രീക്കും മുട്ടുവേദനയും നടുവേദനയും വരാൻ തുടങ്ങി. താഴെ ഇരിക്കുമ്പോൾ ഒരു വേദനയും ഉണ്ടായിട്ടില്ല. ഈ നിന്ന് ചെയ്ത പാചകം കൊണ്ടാണ്
ഇങ്ങനെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പണ്ടത്തെ അടുപ്പ് താഴെയാണ്. അപ്പോൾ അടുപ്പത്ത് സാമ്പാർ ഉണ്ടായിരുന്നു. ഒരു പിടി ഉപ്പ് എടുത്തിട്ടു സാമ്പാർ യശോദ. അത് നോക്കി കണ്ണൻ അമ്മയെ സഹായിക്കണം വിചാരിച്ചു. അടുത്തൊന്ന് 10 പ്രാവശ്യം ഉപ്പ് എടുത്തിട്ടു സാമ്പാർ, നന്നാവട്ടെ സാമ്പാർ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ സഹായിക്കുന്നു. പിന്നെ അടുക്കളയിൽ നിന്ന് മാറ്റി വെച്ചു. അവിടെ ചെന്ന ഭഗവാൻ തൊഴുത്ത് നിന്നു. അവിടെ ഒരു കാളയാണ്, ശൃംഗി എന്നാണ് പേര്. ശൃംഗ്യഗ്നിതം ത്യസിജല വിജകണ്ഠകേഭ്യഃ ക്രീഡാപരോവതി ചലോ സ്വസുതോ നിഷേധം. ജല്ലിക്കെട്ട് എന്ന് പറയാറുണ്ട് തമിഴ്നാട്ടിൽ. നല്ല കാളയെ അടക്കുന്നവർക്ക് പ്രസൻറ്റേഷനൊക്കെ കൊടുക്കും. അത് തുടങ്ങി വെച്ച ആളാണ് കൃഷ്ണൻ. അങ്ങനെ 7 കാളകളെ അടക്കിയിട്ടാണ് ഭഗവാൻ സ്വീകരിച്ചു സത്യ എന്ന പേരിൽ കോസലദേശത്തെ രാജകുമാരിയെ. അങ്ങനെ ഉള്ള ഒരു കാളയാണ്. അതിൻ്റെ മുന്നിൽ കയറി ഇങ്ങനെ അതിൻ്റെ കൊമ്പ് ആട്ടിക്കൊണ്ടിരിക്കുന്നു. തൊഴുത്ത് വെച്ചാലും വാതിലിൽ വെച്ചാലും എവിടെ വെച്ചാലും ഈ ഉണ്ണിക്കണ്ണൻ കൊണ്ട് ബുദ്ധിമുട്ടി. അവസാനം പതുക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെന്നു. അവിടെ ഇരിക്കുന്ന ഭക്ഷണസാധനം എന്തൊക്കെ എടുത്ത് കഴിക്കുന്നു. എല്ലാവരും യശോദയുടെ അടുത്ത് വന്ന് പറഞ്ഞു, യശോദേ, നമ്മുടെ നാട്ടിൽ ഒരു പുതിയ കള്ളൻ വന്നിട്ടുണ്ട്. എന്താ ഈ പുതിയ കള്ളൻ? സാധാരണ കള്ളന്മാർക്ക് സുവർണ ആഭരണം, വെള്ളിപ്പാത്രം, പട്ടുസാരി ഇതൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകും. ഈ പുതിയ കള്ളൻ ഭക്ഷണ സാധനം മാത്രമേ എടുക്കുള്ളൂ. അടുത്ത് വെള്ളി പാത്രം, സുവർണാഭരണം ഒന്നും തൊടാറിയില്ലേ. അവിടെ അടുത്ത് ഭക്ഷണ സാധനം എന്തുണ്ടായാലും പാല്, തൈര്, വെണ്ണ, ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ് എന്തുണ്ടോ. അപ്പോൾ മനസ്സിലാവുന്നു എന്താ ഈ കള്ളൻ പട്ടിണി നാട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ പഞ്ചം ഉള്ള പട്ടിണി നാട്ടിൽ വന്ന ആളാണ്. അവർ പറഞ്ഞത് ശരിയാണ്. വൈകുണ്ഠത്തിൽ ഒരു നേദ്യമൊന്നും ചെയ്യാറില്ലേ. സദാ പശ്യന്തി സൂര്യ, നോക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വന്ന് സ്വീകരിക്കുന്നു തോന്നുന്നു. പട്ടിണി നാട്ടിൽ നിന്ന് വന്ന ആളാണ് തോന്നുന്നു. ആ കള്ളൻ ആളാണ് അറിയാമോ? യശോദ അറിഞ്ഞുകൂടാ പറഞ്ഞപ്പോഴാണ് നിൻ്റെ മകനാണ്. അങ്ങനെയാണോ? അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഞങ്ങൾ കണ്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ യശോദ പറഞ്ഞു, കുട്ടികളെ ഒന്നും കുറ്റം പറയരുത്. കുട്ടികൾക്ക് നമ്മുടെ വീട് അടുത്തവരുടെ വീട് നോക്കാറില്ലേ. ഏത് വീട്ടിൽ ചെന്നാലും ബിസ്ക്കറ്റ് മിഠായി പെട്ടെന്നെടുത്ത് കഴിക്കും. മുതിർന്നവർക്ക് എടുത്ത് കഴിക്കണം തോണി പോകും, കൈ കെട്ടി നോക്കിയിരിക്കും. അവിടെ CCTV ക്യാമറയിൽ കണ്ടാളോ പേടിക്കും. കുട്ടികൾക്ക് പേടിയില്ലേ. ഭക്ഷണ സാധനം എന്തായാലും എടുത്ത് എല്ലാവരുടെ വീട്ടിലും തന്നെ എടുത്ത് കഴിക്കും. കുട്ടികൾ കാണാത്ത രീതിയിൽ ഒളിച്ച് വെച്ചോളൂ പറഞ്ഞു. അവരുടെ വേറൊരു ഗോപി പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒരു കൂരിട്ടുള്ള ഒരു മുറിയുണ്ട്. ഉച്ച 12 മണിക്ക് ചെന്നാൽ ഭയങ്കര ഇരുട്ടാണ്. ആ ഇരുട്ട് മുറിയിൽ കയറാൻ എനിക്ക് തന്നെ പേടിയാവും. പണ്ടൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇല്ലല്ലോ, അവർ വിളക്ക് കൊളുത്തിയേ പോവുള്ളൂ. ആ ഇരുട്ട് മുറിയിൽ കയറാൻ എനിക്ക് തന്നെ പേടിയാവും. എൻ്റെ ഭർത്താവ് തന്നെ പേടിച്ച് എന്നെ വിളിച്ചുകൊണ്ടുപോകും. ആ ഇരുട്ട് മുറിയിൽ ധൈര്യമായിട്ട് പോകുന്നവർ 2 ആൾക്കാരേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പെരിച്ചാടി, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന മുത്തശ്ശി, ഈ 2 പേര് ഇടയ്ക്ക് അവൾ മുറിയിൽ കയറി. ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ കണ്ണൻ അവിടെ ഇരുട്ട് മുറിയിൽ കയറിയിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ദ്വാന്താകാരേ ധൃതമണിഗണം സ്വാംഗമർത്ഥപ്രദീപം. ഏത് ഇരുട്ട് മുറിയിൽ വെച്ചാലും കണ്ണനക്ക് ഒരു ലൈറ്റിൻ്റെ ആവശ്യമില്ല. എന്താ കാരണം? ധൃതമണിഗണം, നിറച്ച ആഭരണം അണിഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ വെളിച്ചം കൊണ്ടും തൻ്റെ ശരീരപ്രകാശം കൊണ്ടും കണ്ണനക്ക് ഒരു ടാർച്ചിൻ്റെ ആവശ്യമില്ല. ഏത് ഇരുട്ടുമുറിയിൽ വെച്ചാലും എടുക്കുന്നു. അപ്പോൾ യശോദ പറഞ്ഞു, ഇരുട്ടുമുറിയിൽ വെച്ചാൽ എടുത്താൽ ഞാൻ ചെയ്യുന്നു, ഉയരത്തിൽ ഊരി കെട്ടി വെച്ചോളൂ. അപ്പോൾ വേറെ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉറിയിൽ വെണ്ണ വെച്ച് പിന്നെ കണ്ണൻ വന്നാൽ മനസ്സിലാവാൻ വേണ്ടി അടുത്തൊരു മണിയും കൂടി കെട്ടിവെച്ചു. ഈ വെണ്ണ കളം തൊട്ടാൽ മണി അടിക്കും പിടിക്കാൻ തീരുമാനിച്ചിട്ടാണ് അടുത്തുള്ള കാളിന്തി പുഴയിൽ കുടിക്കാൻ പോയപ്പോൾ കണ്ണൻ അവിടെ വന്നു. അവിടെ നോക്കി എത്തുന്നില്ലേ. ഒരു ഉരലിട്ടു, അതിൻ്റെ മുകളിൽ ഒരു സ്റ്റൂളിട്ട്, ഒരു മുക്കാലിയിട്ട്, അതിൻ്റെ മുകളിൽ ഒരു നല്ല പൊക്കമുള്ള പയ്യനെയും നിർത്തി അവൻ്റെ തോളിൽ കയറിയിട്ടാണ് കണ്ണൻ ആ മണിയോട് പറഞ്ഞത്, ശബ്ദിക്കരുതേ. മണി ശരി പറഞ്ഞു. പിന്നെ ഒരു ഉരുള വെണ്ണ എടുത്ത് കൃഷ്ണൻ വായിലിടുന്ന സമയത്താണ് മണി അടിച്ചു. മണിയോട് പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കരുത് പറഞ്ഞില്ലേ. മണി പറഞ്ഞു, എൻ്റെ സ്വഭാവം എനിക്ക് മാറ്റാൻ വയ്യ. മണിക്ക് എന്താണ് സ്വഭാവം? നേദ്യം ആവുന്ന സമയത്ത് അടിച്ചടിച്ച് അഭ്യാസമായി. ഇപ്പോൾ നേദിക്കുന്ന സമയമായല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ ഭഗവാനൊക്കെ നേദിക്കണമല്ലേ. അപ്പോൾ അടിക്കാൻ എന്താ തെറ്റാണെന്ന് വിചാരിച്ച് ഞാൻ അടിച്ചു പോയതാണ്.
അപ്പോൾ കണ്ണൻ ചെയ്തു. ഈ മണിയുടെ ശബ്ദം എടുത്താൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചു. മിടുക്കനാണ് കണ്ണൻ. യശോദ കണ്ണനക്ക് ഒരു ചെമപ്പ് കോണകം ഉടുപ്പിച്ചിരുന്നു. ആ കോണകം അഴിച്ചു, മണി അടിക്കുന്ന സ്ഥലത്ത് കട്ടിയിട്ടു. നീ അടിച്ചാലും ശബ്ദം കേൾക്കില്ലല്ലോ. പിന്നെ ഉരുള വെണ്ണ കുട്ടികൾക്ക് കൊടുത്തു. സ്വയം എടുത്ത് കഴിക്കുന്ന സമയത്താണ് ഗോപി വന്നു. ഗോപിയെ കണ്ടപ്പോൾ എല്ലാ കുട്ടികളും ഓടി. കണ്ണൻ എടുത്തിരിക്കുന്ന കുട്ടിക്ക് മാത്രം പേടിയാണ്. ഞാൻ ഓടിയാൽ കണ്ണൻ വീഴില്ലേ വിചാരിച്ച്. കണ്ണ, ആ ഗോപി വന്നിട്ടുണ്ട്. കണ്ണൻ ചോദിച്ചു, പ്രായമായ ഗോപിയാണോ ചെറിയ ഗോപിയാണോ, ഇത് മുത്തശ്ശിയാണോ ഇത് മരുമകളാണോ ചോദിച്ചു. അമ്മായി അമ്മയാണോ മരുമകളാണോ? ആ ഉണ്ണി നോക്കി പറഞ്ഞു, വലിയ ഗോപിയില്ല, മുത്തശ്ശിയില്ല, ചെറിയ ഗോപിയാണ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട. എന്താ കാരണം? ഒരു ഉമ്മ കൊടുത്താൽ വിട്ടോളൂ. അത് ശരിയാവില്ലേ? ഞാൻ ഓടി രക്ഷപ്പെട്ടോളാം പറഞ്ഞത്. ആ കണ്ണനെടുത്ത് ആ പയ്യനും ഓടി. കണ്ണൻ ആ ഉറിയും പിടിച്ച്, ആ ഉറിയിൽ കയറുണ്ടല്ലോ അതും പിടിച്ച് അതിൻ്റെ വെണ്ണയും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാൽ പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കണ്ണനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം അന്തരത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. അന്തരത്തിൽ നിന്നാലും ആനന്ദമായി ആടിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ ചെറിയ സങ്കടം വന്നാൽ എന്താവും, എല്ലാം വിഷമിച്ചിരിക്കും. കണ്ണൻ വിഷമിച്ചിട്ടില്ലേ? എന്താ കാരണം? ഇപ്പോൾ ഇരിക്കുന്ന ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു. ചില അമ്മമാർ അങ്ങനെയാണ്. ഞാൻ ചെറുപ്പത്തിൽ വളരെ സങ്കടപ്പെട്ടതാണ്, വളരെ പഴയ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കണ്ടേ, ഇപ്പോഴുള്ള സുഖം അത് അവർ ആസ്വദിക്കാറില്ലേ? പഴയ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആളുകൾ നീ നാളെ എന്താവുമോ അത് ആലോചിച്ച് പേടിച്ചുകൊണ്ടിരിക്കും. നാളത്തെ കാര്യം, കഴിഞ്ഞ കാര്യം ആലോചിക്കാതെ ഇപ്പോഴത്തെ കാര്യമാണ് നോക്കേണ്ടത്. അതാണ് കണ്ണൻ ഇറങ്ങേണ്ടതൊക്കെ പിന്നെ നോക്കാം. ഇപ്പോൾ ഇരിക്കുന്ന വെണ്ണ കഴിക്കാൻ വിചാരിച്ച് വെണ്ണയും കഴിച്ചുകൊണ്ട് അങ്ങനെ ഊഞ്ഞാൽ കൂടെ ഉറിയുടെ കയർ പിടിച്ച് ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഗോപി ചോദിച്ചു, ആരടാണീ അല്ല വഴി കടന്നുള്ളേ വന്ന് അച്ചമില്ലാമലേ വെണ്ണை കൊള്ളയിടും പയ്യൻ ആരടാണീ? ആരടാ ചോദിച്ചു. കസ്തം ബാല. ആരടാ ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു, ബലാനുജഹ, ബലരാമൻ്റെ അനുജൻ. കണ്ണൻ നേരിട്ട് പറഞ്ഞിട്ടില്ലേ ബലാനുജൻ, ബലരാമൻ്റെ അനുജൻ പറയാനുള്ള കാരണം ആ നാട്ടിൽ ബലരാമൻ നല്ല കുട്ടിയെ പേരെടുത്തിട്ടുണ്ട്. അപ്പോൾ ബലരാമൻ്റെ അനുജൻ ഞാനും നല്ലവൻ തന്നെയാണ്. മാത്രമല്ല ബലരാമനൊക്കെ ആയത് എന്താണ്? കലപ്പയും ഉളക്കയും. എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഏട്ടനും ഉളക്കയുമായി വെറും സൂക്ഷിക്കണം, പേടിപ്പിക്കാൻ വേണ്ടി ബലാനുജഹ. ആ ഗോപി ചോദിച്ചു, ഇവിടെ വരാൻ എന്താ കാരണം? കണ്ണൻ പറഞ്ഞു, മന്മന്ദിരാശങ്കയാ, കണ്ടപ്പോൾ എൻ്റെ വീട് പോലെ തോന്നി, അതാണ് ശരി വന്നു. അവിടെ മുകളിൽ കയറാൻ എന്താ കാരണം? അതിന് വേറെ കാരണമുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു വെളുത്ത പശു കാണാതായി. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മാതഃ കഞ്ചന വത്സകം മൃഗയിതും മാഗാ വിഷാദം ക്ഷണാത്. കണ്ണാ നമ്മുടെ വെളുത്ത പശു കാണാതായി, പൈക്കുട്ടി, അത് അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവരണം പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൻ്റെ വെളുത്ത പൈക്കുട്ടി എവിടെയാണ് അന്വേഷിച്ച് വന്നപ്പോഴാണ് നിങ്ങളുടെ ഉറിയിൽ വെള്ളയായിട്ട് സാധനം കണ്ടു. ഞങ്ങളുടെ പൈക്കുട്ടി അവിടെ കയറി ഇരിക്കണോ നോക്കാൻ വേണ്ടി വന്നതാണ്. പൈക്കുട്ടി മുകളിൽ കയറുമോ? കണ്ണൻ ചോദിച്ചു. പൂച്ചയ്ക്ക് എത്ര കാലം? 4 കാല് വാളുണ്ടല്ലോ. പൈക്കുട്ടിക്ക് 4 കാല് വാളുണ്ടല്ലോ. പൂച്ച കയറുന്നതുള്ള പൈക്കുട്ടി കയറും വിചാരിച്ചതാണ് പറഞ്ഞത്. പതുക്കെ ആ ഗോപിയുടെ തലയിൽ തന്നെ കാല് വച്ച് ചാടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് വാതിലിൽ നിന്നു ഈ ഗോപി നിന്നാൽ മതി, പിന്നെ കഥവിൻ്റെ ആവശ്യം തന്നെ ഇല്ല, ഉള്ള പൊണ്ണ തടിയും ഇല്ല, ഗ്യാപ്പ് തന്നെ ഇല്ല, ഓടി രക്ഷപ്പെടാൻ പറ്റാതായി. ഇപ്പം പിന്നെ കണ്ണൻ ഏറ്റവും കിട്ടും, ഒന്ന് ക്ഷമിക്കണേ പറഞ്ഞ്. അപ്പോൾ ദേഷ്യം കൂടുതലായി ഗോപിക്ക്. ഏറ്റവും എടുത്ത ആളുടെ മുന്നിലാണ്, മഹാഗണപതി മുന്നിലല്ലേ. ഈ ഗോപിയുടെ ഈ വയറ് എടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ മഹാഗണപതിയെ പോലെ പരിഹാസം ചെയ്ത് പറഞ്ഞ് ഗോപി വിടില്ലേ പറഞ്ഞപ്പോഴാണ് ഗണ്ടൂഷക്കാലത്തത് വായിലിൻ്റെ വെണ്ണ ആ ഗോപിയുടെ മുഖത്തിൽ തുപ്പിയപ്പോഴാണ് ഗോപി കൊണ്ട് മാറിയപ്പോൾ കണ്ണൻ ഓടി രക്ഷപ്പെട്ടു. ആ ഗോപി വേഗം തുടച്ച് കണ്ണട പിടിക്കാൻ വേണ്ടി വാതിലിൽ വന്നപ്പോഴാണ് കൃത്യം അമ്മയും നാത്തൂന്നും അവിടെ പറഞ്ഞു. ഇതിവിടെ എന്താ വാതിൽ വന്ന് ഇങ്ങനെ നോക്കുന്നു. കണ്ണൻ വന്ന് എല്ലാ വണ്ടിയും കഴിച്ചു പോയി. എല്ലാ വണ്ടിയും കണ്ണെടുത്തിപ്പോൾ ആ അമ്മായിയമ്മ നോക്കുമ്പോഴാണ് ആ ഗോപിയുടെ ചുണ്ടിൽ കുറച്ച് വെണ്ണമുണ്ടായിരുന്നു. കണ്ണൻ തുപ്പിയ വെണ്ണയാണ്.
അത് നോക്കി അമ്മായിയമ്മ, ഇപ്പോൾ എനിക്ക് കാരണം മനസ്സിലായി, നീ കൊണ്ട തടി വയ്ക്കാനുള്ള കാരണം ഞാനില്ലാത്ത സമയത്ത് കണ്ണൻ തിന്നു രാമനെന്ന് പറഞ്ഞ് നീയല്ലേ തിന്നണത് പറഞ്ഞ് അമ്മായിയമ്മയുടെ വക ഒരു ചീത്ത തുടങ്ങി. പക്ഷേ എന്നാലും കണ്ണൻ തുപ്പിയത് കൊണ്ട് ഒരു ഗുണം കിട്ടി. എന്താ ഗുണം? ആ ഗോപിക്ക് കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വൈദ്യൻ്റെ അടുത്ത് നിന്നപ്പോൾ ഇത് ഓപ്പറേഷനൊക്കെ നടത്താൻ 1 ലക്ഷം ചിലവ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ വെണ്ണ തുപ്പിയപ്പോൾ എന്തായി? കണ്ണിൻ്റെ കാഴ്ച നന്നായി. ഇങ്ങനെ ഓരോരോ വീട്ടിൽ എന്തെങ്കിലും ഭഗവാൻ കൊണ്ട് സ്വീകരിച്ചാൽ അതിന് പകരമായിട്ട് വലിയ അനുഗ്രഹം. നമ്മൾ വിചാരിക്കും ഭഗവാനൊക്കെ എന്തെങ്കിലും സമർപ്പിച്ചാൽ അത് ചിലവാകും, അതുകൊണ്ട് ചിലവിൻ്റെ കണക്കിലാണ് നമ്മൾ എഴുതും. ഭഗവാനൊക്കെ എന്ത് സമർപ്പിച്ചാലും അത് ചിലവില്ലേ, അത് വരവാണ്. ഈ ഇരട്ടിയായി നമുക്ക് തന്നെ ഭഗവാൻ തിരിച്ചു തരും. അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിക്ക് എന്ത് കൊടുത്താലും അദ്ദേഹം കൂടുതലാക്കി തരും. ഒരു 10 രൂപ കൊടുത്താൽ 100 ആക്കി തരും, 100 തന്നാൽ 1000 ആക്കി തരും. ഇത് മനസ്സിലാക്കാതെ രാവണൻ എന്ത് ചെയ്തു? ലേശം തീ വെച്ച് കൊടുത്തു വാളിൽ. ഹനുമാൻ കൂടുതലാക്കി നീ തന്നെ വെച്ചോളൂ, ലങ്കയിൽ കൊടുത്തു. അത് ഇത് ഒരു വ്യതിരേക ദൃഷ്ടാന്തമാണ്. അതുപോലെയാണ് ഭഗവാനക്ക് എന്ത് സമർപ്പിച്ചാലും നമുക്ക് അത് തന്നെ തിരിച്ചു വരും. അപ്പോൾ നല്ലത് സമർപ്പിക്കുമ്പോൾ നമുക്ക് നല്ലതായി തിരിച്ചു വരും. അങ്ങനെ ഭഗവാൻ ഗോകുലത്തിലുള്ള വെണ്ണ തിന്നു പറഞ്ഞാൽ തത്വം മഹാത്മാക്കൾ പറയുന്നു, കളം പറയുന്നത് നമ്മുടെ ശരീരം തന്നെയാണ്. അതിലിരുന്ന് മനസ്സാണ് വെണ്ണ. വെണ്ണ പോലെ വെള്ളയായിട്ടും ശുദ്ധമായിട്ടും നല്ല മണമുള്ളതായിട്ടും ഉയരത്തിൽ വയ്ക്കുന്നത് പോലെ ഹൈ ലെവൽ തിങ്കിങ് അങ്ങനെ നല്ല മനസ്സുള്ളവരുടെ മനസ്സാണ് ഭഗവാൻ കട്ടുകൊണ്ടു പോകുന്നു. ആ ശരീരത്തിൽ നല്ല മനസ്സില്ലെങ്കിൽ പിന്നെ ഈ ശരീരം വേസ്റ്റാണ്. എല്ലാവരും നന്നാവണം എന്ന് വിചാരിച്ചാൽ നല്ലതാണ്. 1000 പൂജ ചെയ്തിട്ടും അടുത്തവരെ നശിപ്പിക്കണം വിചാരിച്ചാൽ ആ ശരീരം വേസ്റ്റാണ്. അതാണ് ഭഗവാൻ ആ കളം പൊട്ടിക്കാൻ കാരണം. ഇങ്ങനെ ഭഗവാന്റെ ബാലലീലകളിൽ പ്രധാനപ്പെട്ട ലീലയാണ് നവനീത ചൗര്യം. അതോട് നമുക്ക് നിർത്താം.